ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BEd അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താനും. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസം ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇനിയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.kannur.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് BEd ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഓരോ വിഭാഗത്തിലെയും, അതായത് BEd റാങ്ക് ലിസ്റ്റ് 2024 ജനറൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഏതാണ് നിങ്ങളുടെ പ്രോഗ്രാം, നേരത്തെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച അതേ രീതിയിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കോഴ്സിൽ ക്രസൻറ്റ് BEd സെൻറ്ററിലെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ കോളേജിൽ ടോട്ടൽ അപേക്ഷ സമർപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളിലും റാങ്ക് ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കും. 394 വിദ്യാർത്ഥികളാണ് ഈ ഒരു കോളേജിൽ ഈ സബ്ജക്റ്റിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയും റാങ്ക് ലിസ്റ്റ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് BEd കോട്ട റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് കോളേജിൽ, അതായത് വിവിധ കോട്ടകളിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായിട്ടും അതായത് ഡിഫറൻ്റ് ആബിൾഡ് പേഴ്സൺ, ഡിഫൻസ് പേഴ്സണൽ, അതുപോലെ ബ്ലൈൻഡ്, മാഹി കോട്ട, കന്നഡ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഇങ്ങനെ ഈ രീതിയിൽ വിവിധ കോട്ടകളിൽ ഗവൺമെൻറ് കോളേജിൽ അപേക്ഷ കൊടുത്തവരാണെങ്കിൽ ഏകദേശം ബ്രണ്ണൻ കോളേജ് ആയിരിക്കും വരിക. അപ്പോൾ ആ ബ്രണ്ണൻ കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എയ്ഡഡ് കോളേജാണ്. എയ്ഡഡ് കോളേജിലെയും ഈ പറയുന്ന കോട്ട റാങ്ക് ലിസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലുള്ള BEd കോട്ട റാങ്ക് ലിസ്റ്റും, അതായത് ഓരോ കോട്ടയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നോർമലായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന BEd റാങ്ക് ലിസ്റ്റ് 2024 എന്നുള്ള ആദ്യത്തെ 6 റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉദാഹരണത്തിന് 10 കോളേജിന് അപേക്ഷ കൊടുത്തെങ്കിൽ ആ 10 കോളേജിലെയും നിങ്ങളുടെ റാങ്ക് എത്രാമത്തെ റാങ്കാണെന്ന് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അതത് കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഇമെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കൃത്യമായിട്ട് ഇൻഫർമേഷൻ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് എല്ലാ വിദ്യാർത്ഥികളും കോൺടാക്ട് ചെയ്യില്ല. അതായത് ഏകദേശം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അഡ്മിഷൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളാണ് അതത് കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ, അതായത് ഏകദേശം 5-10 കോളേജിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 5 കോളേജിലും വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ സാധ്യത ഉണ്ടെങ്കിൽ ആ 5 കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ അഡ്മിഷന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ, അതായത് ഫൈനൽ പ്രൊസീജിയർ നടക്കുന്ന ദിവസം 20-ാം തീയതി, ഇന്ന് 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ആയിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും അതത് കോളേജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ BEd സെൻറ്ററിൽ വെച്ച് തന്നെ ആയിരിക്കും അഡ്മിഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഏറ്റവും ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ടും ഒരു കോളേജിൽ ഒരു വിഷയത്തിൽ 10 സീറ്റാണുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും 15-ാമത്തെ അല്ലെങ്കിൽ 20-ാമത്തെ സീറ്റുള്ള വിദ്യാർത്ഥിക്ക് നിർബന്ധമായിട്ടും കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. ഇൻ കേസ് വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ ഉറപ്പായിട്ടും അല്ലെങ്കിൽ അഡ്മിഷൻ സാധ്യത ഉണ്ടായിട്ടും വിദ്യാർത്ഥിയെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമെയിലിൽ ഇൻഫർമേഷൻ കിട്ടുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ആ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ആ സാധ്യതയുള്ള കോളേജിൽ നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുകയും ഇൻ്റർവ്യൂ ഡേറ്റും ടൈമും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നോർമലി എല്ലാ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ നിങ്ങൾ കൃത്യമായിട്ടുള്ള കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ മേൽവിലാസം അല്ലെങ്കിൽ ഇമെയിൽ വിലാസം കൊടുത്തുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോളേജിൽ നിന്ന് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കും. ഇനി സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പിന്നിൽ ഉദാഹരണത്തിന് 200 ആ ഒരു കാറ്റഗറിയിലേക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അഡ്മിഷൻ സ്വാഭാവികമായിട്ടും സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്തായാലും കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യില്ല. ഇനി വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. പക്ഷേ സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഉറപ്പുള്ള വിദ്യാർത്ഥികളെയും ഏകദേശം സാധ്യതയുള്ള വിദ്യാർത്ഥികളും കോളേജിൽ നിന്ന് കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത പ്രൊസീജിയർ ഒന്നും ഉണ്ടാവില്ല. കാരണം മറ്റു യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റ് കൂടിയുണ്ട്. പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജിലെയും അഡ്മിഷൻ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായിട്ട് നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ലഭിച്ച ഡേറ്റിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും, അത് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഡോക്യുമെൻറ്റ്സും, അത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ ബന്ധപ്പെട്ട ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവിടുന്ന് ഏകദേശം ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ
ഫൈനലി നിങ്ങൾ അഡ്മിഷൻ പോയിട്ട് എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോളേജിലെ അത് അഡ്മിഷൻ സമയം 10 മണിയാണ് അല്ലെങ്കിൽ 11 മണിയാണെങ്കിൽ ആ 11 മണിക്ക് നടക്കുന്ന സമയത്ത് 5ാമത്തെ റാങ്കുകാരൻ വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 6ാമത്തെ റാങ്കിലുള്ള വിദ്യാർത്ഥി എന്താക്കും, അഡ്മിഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ സമയത്ത് ഹാജരാവുക. ഇനി ഒന്നിൽ കൂടുതൽ, അതായത് 3 കോളേജിൽ അഡ്മിഷൻ ഉറപ്പായിട്ടുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ സാധ്യതയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോളേജിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിയുടെ പ്രതിനിധിയായിട്ട് രക്ഷിതാക്കളെ എന്ത് ചെയ്യാം, മറ്റു കോളേജിൽ വിദ്യാർത്ഥിയുടെ പ്രതിനിധിയായിട്ട് പറഞ്ഞേക്കാം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളും ഈ പറയുന്ന ജസ്റ്റ് പ്രൊഫൈൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥിയുടെ പ്രതിനിധിയായിട്ട് അവിടെ പങ്കെടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥിയുടെ പ്രതിനിധിയായിട്ടുള്ള പങ്കെടുത്ത കോളേജിലാണ് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ആ സമയത്ത് പിന്നീട് എന്ത് ചെയ്യുക, കുട്ടി നേരിട്ട് പോയിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറിനൊക്കെ കുട്ടി എന്താക്കുക, അഡ്മിഷന് വേണ്ടിയിട്ട് ഹാജരാകുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ സാധ്യതയുള്ള കോളേജിലും വിദ്യാർത്ഥികളും സാധ്യത മനസ്സിലാക്കിയിട്ട് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ എന്തായാലും 23 വരെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ സമയമായിരിക്കും. അതുകൊണ്ട് ഓരോ കോളേജിൻ്റെയും സമയം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുക. സ്വാഭാവികമായി ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ് 70 ആണെങ്കിൽ ഒരു സീറ്റ് 4-5 സീറ്റാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് കോൾ വന്നിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ജസ്റ്റ് കോളേജിൽ വിളിച്ചിട്ട് അഡ്മിഷൻ സാധ്യത ഉണ്ടോ റാങ്ക് ലിസ്റ്റിൽ, അതായത് 70ാമത്താണ്, അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഫസ്റ്റ് സെമസ്റ്റർ B.Edൻ്റെ ക്ലാസ്സുകൾ ഒഫീഷ്യലായിട്ട് 24-ാം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂലൈ 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതോടുകൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ പ്രൊസീജിയറും കഴിഞ്ഞ് എല്ലാ വിദ്യാർത്ഥികൾക്കും 24-ാം തീയതി യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രൊസീജിയറും ഉണ്ടാവില്ല. കാരണം 23-ാം തീയതിയോടുകൂടെ മുഴുവൻ റാങ്ക് ലിസ്റ്റും, കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ കോളേജിലെയും 5-6 സീറ്റിന് വേണ്ടിയിട്ട് 10, 300, 400 പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 400-നുള്ളിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക്, അതായത് സീറ്റ് വേക്കൻസി അനുസരിച്ച് അഡ്മിഷൻ ഫില്ലാക്കുന്നതിന്, അതുകൊണ്ട് എല്ലാ പ്രൊസീജിയറും ഇതോടുകൂടി കഴിയും. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും വളരെ കൃത്യമായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ഇനി എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നമ്മൾ നേരത്തെ തന്നെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ നൽകിയിരുന്നു. അത്തരത്തിൽ അഡ്മിഷൻ പുറത്തുനിന്ന് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 600ഓളം വിദ്യാർത്ഥികൾ ഓൾറെഡി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് സമയം കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥിയിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ഇയർ നഷ്ടപ്പെടുത്താതെ വളരെ കൃത്യമായിട്ടുള്ള കേരളത്തിന് പുറമേയുള്ള കേരള PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള B.Ed കോഴ്സ് ചെയ്യുവാനുള്ള ഒരു അവസരമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇതുവരെ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അഡ്മിഷൻ സാധ്യത തീരെ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏകദേശം 1 വീക്കോടുകൂടി കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും B.Ed അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തിയാകും. അതിനുശേഷം കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് റെഗുലറായിട്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വിവിധ കോഴ്സുകളുടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നൽകുന്ന നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.